ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആം ഹോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടു, വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഫോൾഡ് ചെയ്തു. ഇതേപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതായത് നല്ല വശവും അകവശവും ഇങ്ങനെ അകത്തായിട്ടാണ് വരുന്നത്, പുറമേക്കും അടിയിൽ ആയിട്ടല്ല വരുന്നത്. നമ്മൾ നൈറ്റിയുടെയൊക്കെ തുണി കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൻ്റേത് മുകളിലും താഴെയായിട്ട് വരാറുണ്ട്. അതുപോലല്ല കട്ട് ചെയ്ത് ഞാൻ ഈ രീതിയിൽ ഇട്ടിരിക്കുന്ന മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം, കാരണം കുഴിച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എത്ര ആയാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. തുമ്പിന് 1 ഇഞ്ചും പിന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് കൂടെ കൂട്ടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി അടുത്തത് ചെസ്റ്റ് അളവ് 40 എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ചെസ്റ്റ് അളവ് 40 ആണെങ്കിൽ ആം ഹോൾ ഫിറ്റ് എത്ര ആണ്, അവർക്ക് കറക്റ്റായിട്ട് ഫിറ്റ് എത്ര ആണ് വേണ്ടതെന്ന് അറിയില്ലെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 4.6 അതെടുത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 8.6 ആയിരിക്കും. ഞാൻ ഒരു 8.5 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതാ ഇവിടെ ഒരു 8.5 ആണെങ്കിൽ 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതാ ഇവിടെ 1/2 ഇഞ്ച് കുറച്ച് 8ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ. ഇനി വേണ്ടത് നമുക്ക് ഈ ഭാഗത്തെ മാർക്കിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ 40 ഡിവൈഡഡ് ബൈ 12 നമ്മൾ എടുത്താൽ മതി. പിന്നെ കറക്റ്റ് ചെസ്റ്റ് അളവ് ആയിരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 12 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് 3.3 ആണ്. അത് 1, 2, 3 നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ. ഇനി വേണ്ടത് ഇവിടെ നിന്നും മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ചോക്ക് മാറ്റി ഒന്ന് നോക്കിയതാണ് കാണാൻ പറ്റുമെന്ന്. പക്ഷേ ഡാർക്കർ ചോക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഈ ബ്ലൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയത് വാങ്ങിച്ചാലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കണ്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങളങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുത്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ഇറക്കി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് ഒത്തിരി ഇങ്ങനെ കയറി ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് കൂട് പോലെ കിടക്കും. ഒത്തിരി ചുരുക്ക് വരുമ്പോൾ അറിയാമല്ലോ, ചിലർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 1/2 ഇഞ്ച് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. കണ്ടല്ലോ. ഇനി ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് 8.5 കിട്ടും. അതുകൊണ്ടാണ് ഞാൻ 8 മാത്രം 1/2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത്. കണ്ടോ, 8.5 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ വളച്ച് നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആം ഫിറ്റ് 8.5 കിട്ടും. ഇനി ഇവിടുത്തേത് സ്ലീവിൻ്റെ കൈവെണ്ണ എത്ര ആണോ നിങ്ങളത് വരുന്നത് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 5.5 ആയിരിക്കും വരുന്നത്. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ. ഇത്രയാണ് ഒരു നോർമൽ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഫ്രണ്ട് സൈഡ് എങ്ങനെയാണ് കുഴിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യം മിഡിൽ പോയിൻ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്കിത് കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. കുഴിച്ചെടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വേണം ഫ്രണ്ട് സൈഡ് കുഴിഞ്ഞു വരാനായിട്ട്. ഒരിക്കലും തെറ്റി എടുക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ 2 വലത് വശത്തും അല്ലെങ്കിൽ ഒന്നുകിൽ 2 ഇടത് വശത്തും സ്ലീവ് വരും. പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. ഇതാ നല്ല വശവും ഇങ്ങനെ ഇരിക്കണം. കണ്ടല്ലോ. ഒന്നിൻ്റെ അകത്തായിട്ട് ഒരു സ്ലീവ്. അതല്ലാതെ ഇങ്ങനെ പുറമേക്കും താഴേക്കും ഇരിക്കുന്ന സ്ലീവിൽ ഒരിക്കലും 2 പീസ് വെച്ച് നിങ്ങൾ കട്ട് ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പീസിൽ തന്നെ കുഴിച്ച് കട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ പിന്നെ കുറച്ച് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നീട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഒന്നിൻ്റെ അകത്ത് ഒന്ന് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല വശവും അല്ലെങ്കിൽ ചീത്ത വശവും ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടല്ലോ, അകത്തായിട്ടാണ് 2 പീസും വെച്ച് കൊടുത്തിരിക്കുന്നത്. ഫോൾഡ് വശം മുകളിൽ വരും, അകത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ 2 പീസ് പിടിക്കുക. അപ്പം നമ്മുടെ ഇടതും വലതും സ്ലീവ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് മിഡിൽ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 1/2 ഇഞ്ച് കൂട്ടാൻ വേണ്ടി. വീണ്ടും ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നും അകത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി ആദ്യത്തെ 2 പീസ് പിടിക്കുക. വളരെ ശ്രദ്ധിക്കണം, ആദ്യത്തെ 2 പീസ് മാത്രമേ പിടിക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കുഴിച്ചെടുക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് നമ്മൾ എടുത്തു കൊടുക്കും. കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് മിഡിലിൽ നിന്നാണ് നമ്മൾ മേളിലേക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഈ 1/2 ഇഞ്ചിലേക്ക് മുട്ടിച്ച് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് തുമ്പ് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മുകളിലത്തേത് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുക. അപ്പോൾ എന്താണ്, ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് തന്നെ നിങ്ങളങ്ങ് എടുത്തോ. ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് ഇവിടെ എടുത്തില്ലേ, അതേപോലെ തന്നെ ഇവിടുത്തേൻ്റെ മിഡിൽ പോയിൻറ്റും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതാ അവിടെ കൊണ്ടുവന്ന് വേണം മുട്ടിച്ച് നിർത്താനായിട്ട്. താഴ്വശം 1/2 ഇഞ്ച് ഉള്ളിലേക്കും മുകൾ വശം 1/2 ഇഞ്ച് പുറത്തേക്കും തള്ളി നിൽക്കുന്ന പോലെ. മനസ്സിലായോ? ഇത്രയും മാത്രം. എന്താ ഇവിടുന്ന് 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ നമ്മൾ ഇത്രയും മാത്രം കട്ട് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ നമ്മൾ കുഴിച്ച് ഞാൻ എടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അങ്ങ് കർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു പിടുത്തം ഉണ്ടായെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഷോൾഡറും കറക്റ്റായിട്ട് കട്ട് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ കൈ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. അതുകൊണ്ടാണ് ഞാൻ അത്രയും കുഴിച്ചെടുക്കാനായിട്ട് പറയാത്തത് കേട്ടോ. ഒരുപാട് വണ്ണം ഉള്ളവർക്കൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബിഗിനേഴ്സ് ഇത്രയും മാത്രം എടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇത്രയും മാത്രം, 1/2 ഇഞ്ച് താഴെ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സ്കെയിൽ പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടിരുന്നു, ഇങ്ങനത്തെ സ്കെയിൽ വാങ്ങാനായിട്ട് കിട്ടും. അത് നമുക്കൊന്നും അറിയണ്ട, ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് അതേപോലെ കട്ട് ചെയ്തിങ്ങ് എടുക്കാം. പക്ഷെ ഞാനിവിടെ അന്വേഷിച്ച് നോക്കിയിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത് കിട്ടുവാണെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് കാണിച്ചു തരാം ഇനി മുതൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്. കണ്ടല്ലോ, ഫ്രണ്ട് സൈഡ് നമ്മൾ കുഴിച്ചെടുത്ത് വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ആം ഹോളും നമ്മൾ ഇതുപോലെ തന്നെ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്, എങ്കിലേ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് ഇത് രണ്ടും യൂസ് ചെയ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ എല്ലാ അളവുകളും പറഞ്ഞിട്ടുണ്ട്, ചെസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഏത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ചെസ്റ്റ് അളവ് വെച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു 90% എങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ചിലരുടെ മാത്രം അപൂർവം ബോഡി ഷേപ്പ് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അവരുടേത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കഴിവതും അളവ് തുണി അവർക്കുണ്ടെങ്കിൽ അതെടുത്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മളത് വെട്ടിക്കഴിയുമ്പോഴും ചിലപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ലെന്ന് വരും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസിൻ്റെയും ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരതെല്ലാം കയറി കാണുക. നൈറ്റി മെറ്റീരിയൽസ് കുറച്ചൊന്ന് ഡിലേ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും 4-ാം തീയതി വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് കയറി നോക്കുക. നമ്മളെ പുതിയ മെറ്റീരിയൽസ് ഉടനെ തന്നെ വരും. 4-ാം തീയതി ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.